നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, ട്രിവാൻഡ്രം, എറണാകുളം, തൃശൂർ, കണ്ണൂർ, ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ. പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വെയർ, സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. തൃശൂർ പൂരം കലക്കൽ സർക്കാരിനെതിരെ ആയുധമാക്കുവാൻ പ്രതിപക്ഷം നിയമസഭയിൽ. തൃശൂർ പൂരം കലക്കൽ സർക്കാരിനെതിരെ നിയമസഭയിൽ ഇന്ന് ആയുധമാക്കുവാൻ പ്രതിപക്ഷം. പൂരം കലക്കലിൽ അടിയന്തര പ്രമേയത്തിനാണ് നീക്കം. എന്നാൽ തൃശൂരിൽ കോൺഗ്രസ് വോട്ട് ചോർച്ച അടക്കം ഉയർത്തിയാകും ഭരണപക്ഷ പ്രതിരോധം. ഇന്നലെ അനാരോഗ്യം മൂലം മുഖ്യമന്ത്രി അടിയന്തര പ്രമേയ ചർച്ചയിൽ പങ്കെടുത്തിരുന്നില്ല. ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ എത്തുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പൂരം കലക്കലിൽ അന്വേഷണം നീണ്ടുപോകുന്നതും CPM BJP ഡീലും പ്രതിപക്ഷം ഉന്നയിക്കും. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകും. പൂരം കലക്കലിലും ADGP MR അജിത് കുമാറിന് സർക്കാർ സംരക്ഷണം നൽകിയെന്നുമാണ് പ്രതിപക്ഷ ആക്ഷേപം. ഗവർണറെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ചുവന്ന തോർത്തുമായി PV അൻവർ നിയമസഭയിലേക്ക്. സ്വർണ്ണക്കടത്ത് കേസിൽ ആരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടില്ലെന്നും പോലീസിൽ വിശ്വാസമില്ലെന്നും PV അൻവർ MLA. SIT അന്വേഷണം സത്യസന്ധമല്ല, പോലീസിൽ വിശ്വാസമില്ല. ഗവർണറെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടെന്നും അൻവർ വ്യക്തമാക്കി. DGP സത്യസന്ധമായി അന്വേഷണം വേണമെന്നുള്ളയാൾ ADGPയെ മാറ്റിയത് പൂരം കലക്കലിൽ. സഭയിൽ പ്രതിപക്ഷ നിരയിൽ ഇരിക്കില്ല. സ്വതന്ത്ര ബ്ലോക്ക് ആവശ്യപ്പെട്ടു, പ്രത്യേക ബ്ലോക്ക് അനുവദിച്ചുവെന്നും അൻവർ വ്യക്തമാക്കി. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന്? ലിയോടെക് സൊല്യൂഷൻസ്. യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ, ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠയോടെയുള്ള സേവനം. ലിയോടെക് സൊല്യൂഷൻസ്. ഫോൺ 9744487839 9605557707. വിലങ്ങാടിനെ മറന്ന സർക്കാർ. വാടക വീടുകളിലുള്ളവർക്ക് തുക അനുവദിച്ചില്ല. കൃഷിയിടം നഷ്ടമായവർക്കും ധനസഹായമില്ല. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ബാധിതരെ മറന്ന സർക്കാർ. വാടക വീടുകളിൽ കഴിയുന്നവർക്കുള്ള 6000 രൂപ ഇതുവരെ നൽകിയില്ല. അപകട ഭീഷണി അവഗണിച്ച സ്വന്തം വീടുകളിലേക്ക് മടങ്ങേണ്ട ഗതികേടിൽ ദുരിതബാധിതർ. വാടക നൽകാൻ കഴിയാതെ വന്നതോടെ പലരും അപകട ഭീഷണിയുള്ള വീടുകളിലേക്ക് മാറി തുടങ്ങി. ഉരുൾപൊട്ടലിൽ കൃഷിയിടം നഷ്ടമായവർക്കും ഒന്നും കൊടുത്തിട്ടില്ല. ഉരുൾപൊട്ടലിലെ അടിയന്തര ധനസഹായം പോലും പൂർണ്ണമായും നൽകിയിട്ടില്ല. ഉരുൾപൊട്ടലിൽ ബാക്കിയായ നീർച്ചാലും തകർന്ന വീടുകളുമൊക്കെ നിലകൊള്ളുന്ന ഭീതിയുടെ അന്തരീക്ഷത്തിലാണ് പലരും ഇപ്പോഴും പ്രദേശത്ത് കഴിയുന്നത്. പോലീസിനോടും MVDയോടും മന്ത്രി ഗണേഷ് കുമാർ. വഴിയിൽ തടഞ്ഞ കൂളിംഗ് ഫിലിം വലിച്ചു കീറരുത്, അപമാനിക്കലാണത്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം വാഹനങ്ങളിൽ നിയമവിധേയമായ രീതിയിലുള്ള ഫിലിമുകൾ ഒട്ടിക്കാമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. മോട്ടോർ വെഹിക്കിൾ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ച് എൻഫോഴ്സ്മെന്റിൽപ്പെട്ടവരും പോലീസുകാരും വാഹനങ്ങൾ വഴിയിൽ പിടിച്ചു നിർത്തി കൂളിംഗ് ഫിലിമുകൾ വലിച്ചു കീറുന്ന പതിവുണ്ട്. അത് അപമാനിക്കുന്നത് പോലുള്ള പ്രവൃത്തിയാണ്. അതിനാൽ ഹൈക്കോടതി വിധി കൃത്യമായി പാലിക്കണമെന്ന് മന്ത്രി ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. ഹണി ട്രാപ്പ്. നഗ്നദൃശ്യങ്ങൾ കാട്ടി 50 ലക്ഷം തട്ടി വ്യവസായിയുടെ മരണത്തിൽ മലയാളി ദമ്പതികൾ അറസ്റ്റിൽ. മംഗളൂരുവിൽ വ്യവസായിയും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചെയർമാനുമായ BM മുംതാസ് അലിയുടെ ആത്മഹത്യയിൽ മലയാളി ദമ്പതികൾ അറസ്റ്റിൽ. സഹോദരൻ ഹൈദർ അലി നൽകിയ പരാതിയിലാണ് റഹ്മത്ത്, ഭർത്താവ് ഷുഹൈബ് എന്നിവരെ കാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ദക്ഷിണ കന്നഡയിലെ
ബണ്ട്വാളിൽ നിന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇവരുൾപ്പെടെ 6 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ഹണി ട്രാപ്പിനെ തുടർന്നാണ് മുംതാസ് അലിയുടെ ആത്മഹത്യ എന്ന് പരാതിയിൽ പറയുന്നു. നഗ്ന ദൃശ്യങ്ങൾ കാണിച്ച് മുംതാസ് അലിയെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും മുംതാസ് അലിയിൽ നിന്നും 50 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഘം വീണ്ടും പണം ആവശ്യപ്പെട്ടെന്നും സഹോദരൻ നൽകിയ പരാതിയിൽ പറയുന്നു. ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി. കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു, എന്നെപ്പോലെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ പരിശോധന കർശനമാക്കുവാൻ എക്സൈസ്. സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ പരിശോധന കർശനമാക്കുവാൻ എക്സൈസ്. ഓംപ്രകാശ് പ്രതിയായ ലഹരി കേസിലെ സിനിമാ ബന്ധം പുറത്തുവന്നതിന് പിന്നാലെയാണ് നീക്കം. സിനിമാ സംഘടനകളുമായി എക്സൈസ് ചർച്ച നടത്തും. ഓംപ്രകാശിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ നടന്നത് നിരവധി ലഹരി പാർട്ടികൾ. 5 മാസത്തിനിടെ നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ ലഹരി കച്ചവടത്തിന് ഓംപ്രകാശ് എത്തിയെന്ന് പോലീസ്. കൊച്ചി നഗരത്തിലെ 4 ആഡംബര ഹോട്ടലുകളിൽ പാർട്ടികൾ സംഘടിപ്പിച്ചുവെന്നും പോലീസ് അറിയിച്ചു. അലൻ വോക്കറുടെ സംഗീത പരിപാടിക്കിടെ 35 മൊബൈൽ ഫോണുകൾ മോഷണം പോയി. കഴിഞ്ഞ ദിവസം ബുൾഗാട്ടി പാലസിൽ നടന്ന DJ അലൻ വോക്കറുടെ സംഗീത പരിപാടിക്കിടെ 35 മൊബൈൽ ഫോണുകൾ മോഷണം പോയതായി പരാതി. 21 ഐഫോണുകൾ ഉൾപ്പെടെ 35 സ്മാർട്ട് ഫോണുകൾ നഷ്ടമായെന്നാണ് മുളവുകാട് പോലീസിന് പരാതി ലഭിച്ചത്. കേസ് അന്വേഷിക്കുവാൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. VIP ടിക്കറ്റിൽ അകത്ത് കടന്ന 8 അംഗ സംഘമാണ് മൊബൈൽ മോഷ്ടിച്ചതെന്ന് കണ്ടെത്തി. മോഷ്ടാക്കൾ സംസ്ഥാനം വിട്ടതായി വിവരം. കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളം മുടങ്ങി. പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്ന് അധികൃതർ. എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായി കുടിവെള്ളം മുടങ്ങി. കൊച്ചി കോർപ്പറേഷൻ, ആലുവ, കളമശ്ശേരി, ഏലൂർ, തൃക്കാക്കര നഗരസഭകളും എളകുന്നപ്പുഴ, ഞാറയ്ക്കൽ, എടത്തല, കീഴ്മാട്, ചൂർണിക്കര, ചേരാനല്ലൂർ പഞ്ചായത്തുകളിലും കുടിവെള്ളം മുടങ്ങി. വൈദ്യുതി ബന്ധം തകരാറിലായതിനെ തുടർന്നാണ് ജലശുദ്ധീകരണശാലയിൽ നിന്നുള്ള ജലവിതരണം തടസ്സപ്പെട്ടത്. ഇന്നലെ രാത്രി മുതൽ തകരാർ പരിഹരിക്കുവാൻ ശ്രമം നടന്നുവെങ്കിലും ഇന്നും പ്രശ്നങ്ങൾക്ക് പൂർണ്ണ പരിഹാരമായിട്ടില്ല. പാലക്കാട് സ്കൂട്ടറിനു പിന്നിൽ കാറിടിച്ച് അപകടം. റെയിൽവേ ഹെൽത്ത് ഇൻസ്പെക്ടർ മരിച്ചു. പാലക്കാട് ഒറ്റപ്പാലം മായനൂർ പാലത്തിന് സമീപമുണ്ടായ അപകടത്തിൽ ഒറ്റപ്പാലം റെയിൽവേ ഹെൽത്ത് ഇൻസ്പെക്ടർ മരിച്ചു. മായനൂർ സ്വദേശി 32-കാരിയായ കൃഷ്ണലതയാണ് മരിച്ചത്. സ്കൂട്ടറിന് പിറകിൽ കാറിടിച്ച് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലിരിക്കെയാണ് മരണം. തിങ്കളാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം. കൃഷ്ണലത സ്കൂട്ടറിൽ പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ചൊവ്വാഴ്ച രാത്രിയാണ് മരണം സംഭവിച്ചത്. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ 8 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന്? ലിയോടെക് സൊല്യൂഷൻസ്.
ചുരുങ്ങിയ ചിലവിൽ പുരപ്പുരങ്ങൾ ഇനി ഊർജ്ജ സ്രോതസ്സുകളാകട്ടെ, അതും പ്രമുഖ സ്ഥാപനമായ ലിയോടെക്കിലൂടെ. യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ, ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും സന്തോഷത്തിന്റെ വെളിച്ചം മാത്രം. ഞങ്ങൾ ഇന്നും നിങ്ങളോടൊപ്പം. ഇനി ലിയോടെക് നിങ്ങളുടെ അരികിലേക്കും. തൃപ്രയാർ, വലപ്പാട്, തൃശൂർ, മലക്കുടി എന്നിവിടങ്ങളിലും ഞങ്ങൾ എത്തുന്നു നിങ്ങൾക്കായി. ലിയോടെക് സൊല്യൂഷൻസ്. ഫോൺ 9744487839 96055577707.